ഇപ്പം L-അർജിനൈൻ എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റമിനുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച ആളിന് നൊബേൽ പ്രൈസ് കിട്ടിയിരുന്നു. ലൂയിസ് ജെ ഇഗ്നാരോ എന്ന് പറയുന്ന ആളാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചാൽ ശരീരത്തിലെ രക്തത്തിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഇത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കും. ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് സിഗ്നൽ കൊടുക്കലാണ്. എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് വികസിക്കും. അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്ന ഇവർ പറയുന്ന ഭീകര സംഭവം ഉണ്ടല്ലോ, അതില്ലാതാവും. ഒരുപാട് യന്ത്രങ്ങൾ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ശരീരത്തിലുള്ള ഒരു ബ്ലോക്ക് നീക്കാനുള്ള ഒരു യന്ത്രവും ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തുകിടന്നാണ്. ശരീരം സ്വയം ബൈപ്പാസ് ചെയ്യും. അതാണ് ശരീരത്തിൻ്റെ കഴിവുണ്ട്. ആ കഴിവിന് നമുക്ക് ചാൻസ് കൊടുക്കില്ല. ബ്ലോക്ക് കണ്ട ഉടനെ അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വളരെ ഭീഷണിപ്പെടുത്തും. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് അലോപ്പതിക്ക് എതിരാണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നഖശികാന്തം എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല.